നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഐസ്ക്രീം ബർഗറാണ്. ഇതുവരെ നമ്മൾ കേൾക്കാത്തൊരു പേരല്ലേ ഐസ്ക്രീം ബർഗർ. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ജെംസ് മുതൽ എല്ലാം ഉണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് ഐസ്ക്രീം ബർഗർ റെഡിയാക്കാം. ഐസ്ക്രീം ബർഗർ റെഡിയാക്കാനായിട്ട് നമ്മൾ തേങ്ങാ ബണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചിലയിടത്തൊക്കെ ദിൽഖുഷ് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇതിൻ്റെ ഉള്ളൊരു സ്റ്റഫിങ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിത് നൈസായിട്ട് കട്ട് ചെയ്ത് 2 ലെയർ ആക്കണം. ഇതിൻ്റെ ഉള്ളിൽ തേങ്ങയും മറ്റേ ഇതൊക്കെ വെച്ച് ഒരു മധുരമുള്ളൊരു ഫില്ലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ തേങ്ങയും ടൂട്ടി ഫ്രൂട്ടിയും ഇതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ബർഗറിന് അത് അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ബണ്ണ് മൊത്തം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ കണ്ടോ, ബർഗറൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ മഞ്ഞും കോടയൊക്കെ കയറി. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഇത് ചെയ്തത് തന്നെ. കാരണം ഫുള്ള് കോട, ഒന്നും കാണുന്നില്ല, ക്യാമറയ്ക്ക് പോലും നമ്മളെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ബണ്ണ് നമുക്കിങ്ങനെ ഓപ്പൺ ആക്കി ഐസ്ക്രീമൊക്കെ അങ്ങോട്ട് ലെയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ കൊടുക്കാനായിട്ട് 4 വെറൈറ്റി ഐസ്ക്രീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഈ ഒരു പ്ലാസ്റ്റിക് നമ്മൾ ഈ പാത്രത്തിലേക്ക് വെച്ച് ബർഗർ പാറ്റി പോലെ ആക്കിയെടുക്കാനാണ് നമ്മുടെ പരിപാടി. അപ്പം ആദ്യം നമുക്ക് വാനില ഐസ്ക്രീം എടുക്കാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇതിൽ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് ഇടുക. എന്നിട്ട് ഈ കവറ് നമുക്ക് ഈ വശം ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്യാം. അപ്പോൾ കണ്ടോ, നമ്മൾ അല്ലാണ്ട് എടുത്ത് വെക്കുന്ന പോലെയല്ല, ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് നമ്മുടെ ബണ്ണിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആഹാ, കറക്റ്റ് ഐസ്ക്രീം പാറ്റി. അതേ സെയിം ഇതിൽ നമുക്ക് അടുത്ത ബർഗറിനും ഇതേപോലെ തന്നെ ബർഗർ പാറ്റി ഉണ്ടാക്കാം. സ്കൂപ്പ് കറക്റ്റൊന്നും അല്ല, നമുക്കിതിൽ പ്രസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ കോരി എടുക്കുന്നതെന്നുള്ളൂ. ഇതുപോലെ തന്നെ അടുത്ത ബർഗറിൻ്റെ മുകളിലും നമുക്കിതുപോലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പൊക്കിയെടുക്കാം. ആഹാ, അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയറായിട്ട് ജെംസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആഹാ, ജെംസ് കൂടെ കിട്ടുമ്പോൾ എന്നെ രസമല്ലേ കാണാൻ, കളർഫുൾ. അപ്പോൾ നമുക്ക് അടുത്ത ലെയറായിട്ട് അടുത്ത ഐസ്ക്രീം നമുക്ക് സെറ്റ് ചെയ്യാം. ഇതേതാ ഫ്ലേവർ? അത് പിസ്ത. ഇത് പിസ്ത അല്ല, അൽഫോൺസ മാമ്പഴമാണ്. ഇതിൻ്റെ ഓപ്പണിങ് ഇവിടെയല്ലേ. അപ്പോൾ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തുകൊണ്ട് നമുക്കിനിയിപ്പം ഇത് ചൂടുവെള്ളത്തിലൊക്കെ മുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മെൽറ്റ് ആവും. അപ്പോൾ ഇത് നമ്മൾ സ്കൂപ്പ് ചെയ്യുമ്പോൾ ഇത് കഴുകണമൊന്നുമില്ല കേട്ടോ, എല്ലാ ഐസ്ക്രീം ആണല്ലോ. അൽഫോൺസ മാമ്പഴമൊക്കെ ഓൾറെഡി മെൽറ്റഡ് ആണ്. ഈ സാധനം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഇതിലേക്ക് കോരിയിടാം. എന്ത് സോഫ്റ്റാണ് ഈ സാധനം. ഇതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, ആലോചിക്കാൻ പറ്റില്ല. ഇതുണ്ടോ, ഇത് ഓൾറെഡി നല്ല സോഫ്റ്റ് സാധനമാണ്. നമ്മുടെ കവറിൽ പറ്റി തന്നെ കുറേ പോകുമെന്ന് പറഞ്ഞു അവിടെ. അപ്പോൾ ഇത് നമുക്കിനി കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത ലെയറായിട്ട് വെച്ച് കൊടുക്കാം. മോനെ ഇത് പൊളിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ ഇപ്പോൾ തന്നെ മെൽറ്റായി ഒഴുകി തുടങ്ങി. സാരമില്ല, ബർഗർ ആകുമ്പോൾ ഇങ്ങനെ ഒലിച്ച് നിൽക്കുന്ന രസമാണല്ലോ. നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രാൻബെറി ഇട്ട് കൊടുക്കാം. ക്രാൻബെറി ഒരു ഫ്രൂട്ടാണ് കേട്ടോ. നമ്മുടെ റാസ്ബെറി അതുപോലെ സ്ട്രോബെറി എന്നൊക്കെ പറയുന്ന പോലെ ക്രാൻബെറി ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഇത് അത്യാവശ്യം ലൂസായി തുടങ്ങി. ഇതിൽ വെച്ച് പാറ്റി പോലെ അടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്കൂപ്പ് ചെയ്ത് തന്നെ ഇടാം കേട്ടോ. മുകളിൽ ഒരു 3 സ്കൂപ്പ് നമുക്ക് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ബണ്ണ് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളൂ. സ്ട്രോബെറി അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് കണ്ടോ, നമ്മുടെ ചോക്കോ റോൾസ് കുറച്ചിട്ട് കൊടുക്കാം. അത് വേഫർ പോലെ ഇരിക്കുന്ന സാധനമാണ്. അത് കുറച്ച് പൊടിച്ച് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് പിസ്ത ഐസ്ക്രീം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓ ഇത് ഫുള്ള് ഫില്ലായാലോടാ. അടിപൊളിയായിട്ടാ. ഇത് കണ്ടോ ഐസ്ക്രീം നിറഞ്ഞ് നമ്മുടെ ബർഗറിൻ്റെ മുകളിൽ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ജംസ്, കുറച്ച് ക്രാൻബെറി, കുറച്ച് വേഫേഴ്സും പൊടിച്ചതിൻ്റെ മുകളിലേക്ക് ഇടാം. സുന്ദരനായെന്ന് പറഞ്ഞ പോലെ. പിന്നല്ല, ഐസ്ക്രീം ബർഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. അതെ. അപ്പം നമ്മുടെ ബർഗർ നമുക്ക് ഇനി അങ്ങോട്ട് ക്ലോസ് ചെയ്യാം കേട്ടോ. വാ, എന്നിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അവസാനവട്ട കാരണഷായിട്ട് നമുക്ക് രണ്ടിൻ്റെ മുകളിൽ ഓരോ ചോക്കോ റോൾസ് അങ്ങോട്ട് കുത്തി വയ്ക്കാം. അപ്പോൾ നമ്മൾ ബാക്കി എന്തായാലും ബണ്ണും ഉണ്ട് ഐസ്ക്രീമും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്ക്രീം ബർഗർ. എങ്ങനെയുണ്ട് കാണാൻ? അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ബർഗർ നമ്മൾ റെഡി ആയി കൊണ്ടുവന്നിട്ടുണ്ട്. കാണാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഇത് എടുത്ത് കഴിച്ചാലോ? എന്താണ് ചെയ്തേട്ടെ? ഇത് എടുത്ത് കഴിക്കുന്ന ഒരു ഐസ്ക്രീം ഇങ്ങനെ മെൽറ്റായി ഇങ്ങനെ ഒഴുകുമോ? അത് കുഴപ്പമില്ല, ചേട്ടാ എടുത്തോ, ബാക്കി ഞാൻ ഏറ്റു. എൻ്റെ മോനെ, വാ. കയ്യിലും മുഖത്തും മൊത്തമായി. ആരും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ താടിയിലൊക്കെ ആയില്ലേ? ചുണ്ടിൻ്റെ അവിടെ ആയി. എൻ്റെ മോനെ, സാധനം വേറെ മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചോ, ഒരു കടി അടിച്ചോ. വാ, എൻ്റെ മോനെ, സെപ്പറേറ്റ് എടുത്ത് കഴിക്കുന്നതാണോ ഇങ്ങനെ കഴിക്കുന്നതാണോ രസം? എങ്ങനെ കഴിച്ചാലും രസമാണ്. എൻ്റെ മുഖമൊക്കെ ഓക്കെയാണ് കേട്ടേ. ഒരു സാധനം മൊത്തം കഴിക്കാനുള്ള ആ ഒരു കൊതിയുണ്ട് കേട്ടോ. സാധനം അത്രയ്ക്ക് സൂപ്പറുണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഈ സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ രസം ഉണ്ടാവും. ഇങ്ങനെ ഒരു കഷ്ണം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് എടുക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇത് കോരി അങ്ങോട്ട് ഇടാം കേട്ടോ. എന്നിട്ട് ഇതാ കഴിച്ച് നോക്കിയോ. ആദ്യം എൻ്റെ ആ ഒരു ഇത് കണ്ടുകൊണ്ടുള്ള കൊതി കൊണ്ട് ഞാൻ കഴിച്ചു പോയതാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും തന്നിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ. അറിയാലോ ഈ സാധനം എല്ലാം കൂടെ കണ്ടപ്പോൾ. അപ്പോൾ നമുക്കൊന്നുകൂടെ കഴിക്കാം. അതും ആ ജംസൊക്കെ കിട്ടില്ല, അത് ആ കടിക്കാൻ കിട്ടുന്നുണ്ട് ഇടയ്ക്ക്. ചോക്ലേറ്റ് ഇത് തേങ്ങാപ്പൻ്റെ ആ ഒരു ഫില്ലിങ്ങും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും വേറെ മൂഡ് എന്ന് പറഞ്ഞാൽ വേറെ മൂഡ്, അടിപൊളിയുണ്ട്. അതെല്ലേ, എൻ്റെ മോനെ കണ്ടതിന് എനിക്ക് പൊളിച്ചു. അപ്പം നമ്മുടെ ഐസ്ക്രീം ബർഗർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പായിട്ടും എല്ലാവരും കമൻറ്റ് താഴെ ഇടണം. അറിയാം നിങ്ങൾ ആരും കഴിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഇത് കാണാൻ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ഇടണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസിൻ്റെയും ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പം ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ എല്ലാവർക്കും അറിയാലോ. ഇത് ശരിക്കും ഇങ്ങനെ ഔട്ട്ഡോറൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ല, നമുക്ക് ഒരു AC റൂമിലൊക്കെ ഇരുന്നാണ് ഈ സാധനം സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെന്നൊക്കെ ഉണ്ടെങ്കിൽ പേസ്ട്രിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ പൊളിയായിട്ട് സാധനം കിട്ടും. വേറെ ലെവലാണ്. ഇത് കണ്ടോ, ഐസ്ക്രീമൊക്കെ ഇങ്ങനെ മെൽറ്റായി ഇങ്ങനെ ഒഴുകുകയാണ്. എല്ലാം ഉണ്ട്, മറ്റേ റോൾസും മറ്റേ ചോക്കോ റോൾസ്, അതേപോലെ ക്രാൻബെറി ജംസ് എല്ലാം ഉണ്ട് കേട്ടോ. എൻ്റെ താടിലും മീശാലും മൊത്തമായിട്ടുണ്ടെന്ന് അറിയാം. അത് ഐസ്ക്രീം ബർഗർ അല്ലേ ഏട്ടേ? എൻ്റെ മോനെ എന്ത് രസം അറിയോ. അത് മെൽറ്റാവുന്നതിന് മുമ്പ് ബർഗർ പോലെ തന്നെ വന്ന് എടുത്ത് കഴിക്കണം. ഓക്കെ, ഞാൻ ഏറ്റു. അല്ലെങ്കിൽ പിന്നെ ഐസ്ക്രീം മൊത്തം ഇതിലാവില്ല. ഓക്കെ.